ഹായ് അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് എന്തോ ഒരു മടി പിടിച്ച ദിവസമാണ് കേട്ടോ. എനിക്ക് എന്താണെന്നറിയില്ല, എല്ലാത്തിനും മടിയാണ്. രാവിലെ എണീച്ച് വന്നപ്പോൾ തന്നെ ഒരു മൂഡില്ലാതെ, ഫുൾ മൂഡ് ഓഫ് ആയിട്ട്, ഒന്നിനും ഒരു ഉഷാറില്ലാതെ എന്തോ ഒരു മടി പിടിച്ച ഒരു ദിവസമാണ്. പിന്നെ ചില ദിവസം നമുക്ക് അങ്ങനെയാണല്ലോ, വേഗം പണി തീർക്കണമെന്നോ അങ്ങനത്തെ ഒന്നും ഒരു ചിന്ത ഇന്നിപ്പോൾ ഇല്ല കേട്ടോ. അപ്പോൾ ഇന്നെന്തായാലും മക്കൾക്ക് മദ്രസ ലീവാണ്, വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ മദ്രസ ഇല്ലാത്ത ദിവസമാണ്. അതിനെക്കൊണ്ട് എന്താണ് തിരക്ക് പിടിച്ചങ്ങോട്ട് ചായം കടി ഉണ്ടാക്കേണ്ടതൊന്നും ആവശ്യമൊന്നുമില്ല. സമാധാനത്തിലൊക്കെ ഉണ്ടാക്കിയാൽ മതിയല്ലോ എന്നൊക്കെ ഉള്ളൊരു ചിന്ത ആദ്യം തന്നെ വന്നതുകൊണ്ടായിരിക്കാം എന്തായാലും എണീച്ചപ്പോൾ തന്നെ മടിയേനു. അപ്പം ഞാൻ എന്തായാലും സാധാരണ എണീക്കണ ആ സമയത്ത് തന്നെ എണീച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കുട്ടികളൊന്നും എണീച്ചിട്ടില്ല, രണ്ടാളും മൂന്നാളും നല്ല ഉറക്കമാണ്. മദ്രസ ഇല്ലാത്ത ദിവസമാണല്ലോ, അപ്പോൾ ഓർക്കൊന്ന് കുറച്ച് നേരമൊക്കെ ഉറങ്ങാൻ പറ്റല്. അപ്പോൾ അവരെല്ലാവരും അവിടെ ഉറങ്ങുന്നുണ്ട്. അപ്പം ഞാൻ കുറേ നേരമൊക്കെ എണീച്ച് അങ്ങനെ ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്ന് ചായക്ക് കടി പൊറാട്ട, പാക്കറ്റിന് പൊറാട്ട കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കുറേ ദിവസമായി നാപ്പി പറയാൻ തുടങ്ങിയിട്ട് കേട്ടോ. അപ്പോൾ ഇന്നലെ ഇക്ക വരുമ്പോൾ രാത്രി വരുമ്പോൾ കൊണ്ടുവന്നതേനു. അപ്പോൾ എന്തായാലും ഇന്നിപ്പോൾ കുഴച്ച് പരത്തിയും അരച്ചൊന്നും ഇരിക്കണ്ട, അതങ്ങ് ചുട്ടെടുത്താൽ മതിയല്ലോ എന്നൊക്കെ ഉള്ളൊരു ചിന്ത രാവിലെ തന്നെ എനിക്കുള്ളതുകൊണ്ടേ, മെയിനായിട്ട് ഇങ്ങനെ കലാപരിപാടികൾക്ക് നിൽക്കണ്ടല്ലോ എന്നുള്ളൊരു ചിന്തയൊക്കെ ഉള്ളതിനെ കൊണ്ടാണ് തോന്നുന്നത്. എന്തോ ഒരു ഉഷാറില്ലാത്തൊരു ദിവസം തന്നെ ഇനി കേട്ടോ ഇന്നത്തെ ദിവസം. നമുക്ക് പിന്നെ ഓരോരോ ദിവസങ്ങളും ഓരോരോ ചിന്തയും കാര്യങ്ങളൊക്കെ ആയിട്ടാണല്ലോ അല്ലേ പോവുക. ഈ ജോലിക്കൊക്കെ പോണവരാണെന്നുണ്ടെങ്കിൽ അവർക്കിപ്പോൾ ഡെയിലി ഞായറാഴ്ച മാത്രമല്ല ഇപ്പോൾ ലീവ് ഉണ്ടാവുള്ളൂ. അല്ലാത്ത ദിവസമൊക്കെ എണീച്ച് വേഗം പണി തീർത്ത് ഓരോരോ പണിക്ക് പോവുക എന്നുള്ള ആ ഒരു ഇതായിരിക്കും അവർക്കൊക്കെ ഉണ്ടാകുക. നമുക്ക് പിന്നെ എന്താ കൂലിയില്ലാത്ത ജോലി എന്ന് പറഞ്ഞ മാതിരി വീട്ടു ജോലി എത്ര എടുത്താലും തീരുമില്ല, എടുത്താട്ട് കാണുമില്ല, എന്നാട്ട് കൂലിയുമില്ല എന്ന് പറഞ്ഞ പോലെയൊക്കെയാണല്ലോ നമ്മളെ കാര്യമല്ലേ. എന്നാലും കുഴപ്പമില്ല, അതിലൊരു സന്തോഷം കണ്ടെത്തുകയാണെന്നുണ്ടെങ്കിൽ അതെല്ലാം അങ്ങ് ഹാപ്പി ആയിട്ട് പോയിക്കോളൂലേ. പക്ഷേ എന്തൊക്കെയാണെങ്കിലും ചില ദിവസം മടി എന്ന് പറഞ്ഞൊരു സാധനം കയറി വന്നാൽ പിന്നെ അന്നത്തെ ദിവസത്തിൻ്റെ കാര്യത്തിൽ തീരുമാനമാവും എന്തായാലും മടീനെയൊക്കെ മെല്ലെ അങ്ങ് മാറ്റി വെച്ച് ഞാൻ എൻ്റെ കലാപരിപാടികളൊക്കെ തുടങ്ങുന്നുണ്ട്. അപ്പോൾ ചിക്കൻ കറീൻ്റേത് ഉണ്ടായിരുന്നു കേട്ടോ. ഇന്നലെ ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് കറിയാക്കിയിട്ട് കുറച്ച് ഇന്ന് വൈകുന്നേരത്തേക്കായിട്ട് എടുത്തിട്ട് വെക്കാമെന്ന് വിചാരിച്ച് നമ്മളെ വീടിൻ്റെ താഴെയുള്ള താത്താൻ്റെ വീട്ടിൽ ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലത്തെ കറിയും കൂടെ ചിക്കൻ്റെ കറി ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇന്ന് പൊറാട്ടയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാവരും ഉറങ്ങി എണീച്ച് വരുമ്പോഴത്തേക്കൊക്കെ മെല്ലെ ചുട്ടങ്ങ് വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഞാൻ ഈ പാക്കറ്റ് പൊറോട്ട കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അല്ല ചുടൽ, ഇക്കയാണ് ചുട്ട് തരുത്ത്. എനിക്ക് വലിയൊരു ശരിയാവില്ല എന്ന് ഞാൻ തന്നെ അങ്ങോട്ട് വിചാരിക്കണത് കൊണ്ട് ഇനിയിപ്പോൾ ഇക്കാനെ കണ്ടിട്ടുള്ള മടിയാണോയെന്നും പറയാൻ പറ്റില്ല കേട്ടോ. തൊണ്ടയൊക്കെ പതറിപ്പോകുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇന്ന് ഇക്ക നടക്കാൻ പോയതാണ്, വന്നിട്ടില്ല. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ഇക്കാനെ കാത്തു നിന്നിട്ട് കാര്യമില്ല, ഞാൻ തന്നെ ചുടാമെന്ന് വിചാരിച്ചിട്ട് എന്തായാലും മടീനെയൊക്കെ മാറ്റി വെച്ചിട്ട് മെല്ലെ പരിപാടിയൊക്കെ തുടങ്ങുകയാണ്. അപ്പോൾ അത് പാക്കറ്റ് കൊണ്ടുവന്നിട്ട് അതിനെ തിരിച്ചു മറിച്ച് നോക്കിയത് എത്രയാണ് ഇപ്പോൾ ഇതിലുള്ളത്, എത്രയാണ് ഇതിൻ്റെ പൈസ എന്നൊക്കെ നോക്കിയത് ഇനി കേട്ടോ. എന്തായാലും കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ട സാധനമാണ്. ചൂടോടെ കഴിക്കും വേണം. നമ്മൾ പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ ഹോട്ടലിലൊക്കെ കയറിയിട്ടുണ്ടെങ്കിൽ ആദ്യമൊക്കെ എന്താ വേണ്ടേ, പൊറോട്ട. ഈ ഒരു സാധനമേ പണ്ട് മുതൽ നമ്മൾ കഴിക്കലുണ്ടായിരുന്നുള്ളൂ കേട്ടോ, ഞാനും മക്കളും. ഇപ്പം പിന്നെ ഞങ്ങൾ നന്നായിട്ടോ. എനിക്ക് പറയും ഇവരെയും കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ വെറും പൊറോട്ട, എന്താ വേണ്ടത് വെച്ചാൽ പൊറോട്ട, നിങ്ങളെയും കൊണ്ടൊന്നും ഹോട്ടലിൽ കയറാൻ പറ്റൂല എന്ന് പറയലുണ്ടായിന്. എനിക്കങ്ങനെ പറയൂല. ഇപ്പം ഞങ്ങളൊക്കെ മെച്ചപ്പെട്ട് വന്നിക്കണേ. എന്താ വേണ്ടതെന്ന് വെച്ചാൽ വേണ്ടത് പറയുക. ചിലപ്പോൾ മന്തി ആയിരിക്കും. ആദ്യമൊന്നും എനിക്ക് മന്തി ഇഷ്ടമുണ്ടായിട്ടില്ലേനു. ഞങ്ങൾ ഒരിക്കൽ നാട്ടിലെവിടെയോ പോയിട്ട് വരുന്ന സമയത്താണ് നെഹിദി മന്തി എന്ന് പറഞ്ഞിട്ട്, നാട്ടിൽ എവിടെ സ്ഥലം ഈങ്ങാപ്പുഴയാണോ അങ്ങനെ എവിടെയോ ആണെന്ന് തോന്നുന്നു കേട്ടോ. അവിടുന്ന് മന്തി കഴിച്ചിട്ടുണ്ടായിരുന്നു ആദ്യമായിട്ട്. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ശേഷമാണ് ഞാൻ മന്തി കഴിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയത്. എന്തായാലും മന്തീൻ്റെ കഥയൊക്കെ അവിടെ നിൽക്കട്ടെ. ഓരോന്ന് ഇട്ടിട്ടാണ് ഓരോ സാധനം എടുക്കാനും നോക്കാനും ഞാൻ പോണത്. പിന്നെ ഈ അടിക്കൽ, അത് മറ്റേ ഇങ്ങനത്തെ അടിക്കലിനൊന്നും ഈ നൂല് പോലെ ഇങ്ങനെ വരൂലല്ലോ. അപ്പോൾ എന്തായാലും ഒന്ന് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടൊക്കെ ഉണ്ടായിന് കേട്ടോ. നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ പോയിട്ട് വേണം എല്ലാത്തിനെയും വിളിച്ചെണീപ്പിക്കാൻ, അല്ലെങ്കിൽ ചൂട് തണ്ണു പോവുമല്ലോ. ഇതൊക്കെ ചൂടോടെ കഴിക്കാനേ പറ്റുള്ളൂ. പിന്നെ എൻ്റെ ചായ കൂടി കഴിഞ്ഞാൽ തന്നെ ബാക്കിയുള്ള പണികളും പരിപാടികളൊക്കെ തീരുള്ളൂ. ഇന്ന് അങ്ങനെ ഒരു സ്പെഷ്യലായിട്ടൊന്നും കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ കാര്യങ്ങളൊന്നുമില്ല. നമ്മളെ ഒരു സാധാരണ ദിവസത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്നൊക്കെ പറയണ മാതിരി ഉള്ള ഒരു വീഡിയോ തന്നെയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്.
അപ്പോൾ ഇതാ എല്ലെണ്ണം എണീച്ച് വന്നിക്കണ്. ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓർക്കും കൊടുത്തിന്, ഞാനും ചായയൊക്കെ കുടിച്ച് പിന്നെ ഞാൻ എൻ്റെ പണികളൊക്കെ തീർത്തിട്ടുണ്ടായിരുന്നു. അതൊന്നും പിന്നെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. കാരണം നമ്മൾ എപ്പോഴും കാണിക്കുന്നതാണല്ലോ. പിന്നെ മുറ്റം നന്നാക്കൽ പരിപാടികൾ ഓരോരോ ഭാഗത്തുനിന്ന് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. വൈകുന്നേരം ആയപ്പോഴേക്കും എന്തായാലും ഏകദേശം ക്ലീൻ ആയിട്ടുണ്ട്. ഒരു ചേട്ടനെ വിളിച്ചതേനു. അപ്പോൾ ഒരു അവിടെ പണിയെടുക്കുന്നുണ്ട്. അപ്പം എന്താണ്, ഞാൻ മുരിങ്ങച്ചപ്പ് പറിക്കാൻ വേണ്ടിയിട്ട് ഉച്ചക്കേക്ക് താളിക്കാൻ മുരിങ്ങച്ചപ്പ് പറിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഇറങ്ങിയതേനി കേട്ടോ. ചിക്കൻ്റെ കറിയും ഉണ്ട് കുറച്ച്. ഇതിപ്പോൾ നിച്ചുമോളും ഞാച്ചിയും കൂടെ ഇതാ എന്തൊക്കെയൊക്കെയോ ഉണ്ടാക്കുന്നത്. ഇതൊക്കെ നിച്ചുമോള് വരച്ചതാണ് കേട്ടോ. മാഷാ അല്ലാന്ന് എഴുതിയത്. ഇത് ഞാൻ ചെയ്തതേനു. നമ്മളാ ഒരു കൊറോണേൻ്റെ സമയത്ത് കുറേ കുപ്പിയൊക്കെ പെറുക്കി കൊണ്ടുവന്നിട്ട് പെയിൻ്റൊക്കെ അടിച്ചിട്ട് ആ ഒരു സമയത്ത് ആ ഒരു പിരാന്തേനു കേട്ടോ. എല്ലായിടത്തുനിന്ന് കുപ്പി പെറുക്കി കൊണ്ടുവന്നിട്ട് കുറേ പെയിൻറ്റും വാങ്ങി വെച്ച് പിന്നെ ഒക്കെ ഒട്ടിച്ച് വരച്ച് എല്ലാം അങ്ങനത്തെ ഒരു പിരാന്ത് ഒരു സമയത്ത് എനിക്കുണ്ടായിരുന്നു. അപ്പം ഞാൻ ജസ്റ്റ് അതൊന്ന് കാണിച്ചതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ചപ്പൊക്കെ പറിച്ച് കൊണ്ടുവന്നിട്ട് പിന്നെ എന്താണ് താളിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നതിന്. അപ്പോൾ ഇതിങ്ങനെ ചപ്പ് താളിക്കുന്ന വീഡിയോ ഒക്കെ ഇപ്പോൾ എന്തിനാ അങ്ങനെ കാണിക്കണേന്നൊന്നും വിചാരിക്കേണ്ട. ഞാൻ ഏതോ ഒരു വീഡിയോയിൽ ഇപ്പോൾ അല്ല കുറേ മുന്നേ ഇട്ട ഏതോ ഒരു വീഡിയോയിൽ ചപ്പ് കറി താളിച്ചതിൻ്റെ ഇങ്ങനെ കാണിച്ചപ്പോൾ എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ചപ്പ് കറീൻ്റെ വീഡിയോ ഒന്ന് ഇടണേന്ന് പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ ഒന്ന് അവരങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് ഇനി എന്തായാലും ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയി ഒന്ന് കാണിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് താളിക്കുന്നതാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ താളിക്കുന്നതും. അതിലെന്തെങ്കിലും ഒരു മീൻ പൊരിച്ചതോ അങ്ങനെ എന്തെങ്കിലും ഒരു ചെറിയൊരു വരട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയി കിട്ടും ചോറ് വയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വെളുത്തുള്ളിയും പച്ചമുളകും ഞാൻ ചെറിയൊരു കഷ്ണം ഉള്ളിയും കൂടെ അരിഞ്ഞ് വെളിച്ചെണ്ണയിൽ നല്ലോണം മൂപ്പിച്ചെടുക്കലാണ്. എന്നിട്ട് നമ്മളെ ചപ്പ് നല്ല കഴുകി വൃത്തിയാക്കിയിട്ട് ചപ്പും കൂടെ ഇട്ട് കൊടുത്ത് നല്ല വാട്ടി ഒരു പകുതി ഏകദേശം അത് നല്ലൊന്ന് വാടി വെന്ത് വരുമ്പോഴാണ് പിന്നെ കഞ്ഞിവെള്ളം ഒഴിച്ച് കൊടുക്കൽ. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ അങ്ങ് ഇട്ട് കൊടുത്താൽ നമ്മളെ ചപ്പ് താളിച്ച കറി റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉച്ചക്കൊക്കെ ഇങ്ങനത്തെ തിന്നാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ ഇതാ വൈകുന്നേരമാണ് പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നത്. കണ്ടില്ലേ എങ്ങനെ ഉണ്ടായ മുറ്റേനു. അപ്പോൾ ഇവിടെയൊക്കെ ആകെ അലങ്കോലമായി കിടക്കണേനു. പുല്ലും ഇതൊക്കെ മാറ്റിയൊക്കെ ചെത്തി വൃത്തിയാക്കിയിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയായത് നമ്മൾ തന്നെ ഒന്ന് കാണാൻ വരുമ്പോൾ ഭയങ്കര ഒരു ഇതല്ലേ. ഇത് കുറച്ച് ദിവസം ഇങ്ങനെ നിന്ന് കിട്ടിയാൽ മതിയേനു കേട്ടോ. ഇത് അപ്പോഴത്തേക്കും ഒരു മഴയും പെയ്തിട്ടുണ്ടായിരുന്നു. പെയ്തെന്ന് പറയാൻ മാത്രം പെയ്തിട്ടൊന്നുമില്ല, എന്നാലും ചെറുതായിട്ടൊന്ന് പെയ്തു പോയി. അപ്പോൾ എന്തായാലും നാളെ തന്നെ പുല്ല് മുളയ്ക്കാൻ തുടങ്ങിക്കോളും. അങ്ങനെ ഞാൻ വൈകുന്നേരം വീണ്ടും അടുപ്പിൻ്റെ അടുത്തേക്ക് കയറിയിട്ടുണ്ട്. നമ്മളെ പെണ്ണുങ്ങളെയൊക്കെ ജീവിതം ഈ അടുക്കളയിൽ തീരുവാകും അല്ലേ. വെച്ചുണ്ടാക്കുക, അടിച്ചു വാരുക, തുടക്കുക, കുട്ടികളെ നോക്കുക, പിന്നെയും അടുത്ത് വെച്ചുണ്ടാക്കുക, ഇതൊക്കെ തന്നെയല്ലേ പണി. എന്തായാലും ഇതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ ഒരു സൈഡ് ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാം മുന്നോട്ട് പോയിട്ടില്ലെങ്കിൽ ശരിയാവില്ല കേട്ടോ. അപ്പോൾ എന്തായാലും മെയിനായിട്ട് ഇപ്പോൾ ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയതും വീഡിയോസ് ഇടുന്നതൊക്കെ. ഇതിൽ നിന്നൊരു ഏണിങ്സ് പ്രതീക്ഷിച്ചിട്ട് തന്നെയാണ് ഇത് തുടങ്ങുന്ന ആൾക്കാരെല്ലാവരും എന്തായിരിക്കും അതിനൊക്കെ വേണ്ടിയിട്ട് തന്നെയാണ് തുടങ്ങുന്നത്. അപ്പം ഞാനും അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ ഇത് തുടങ്ങിയിട്ടുള്ളത്. എന്തായാലും കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകുന്നുണ്ട്. എൻ്റെ ചാനൽ തുടങ്ങിയിട്ട് ആകെ ഒരു 5 മാസമായി തോന്നുന്നു. 2024 ഡിസംബർ 1 കേട്ടോ ഞാൻ വീഡിയോസ് ഇട്ട് തുടങ്ങിയത്, ചാനൽ തുടങ്ങിയിട്ട്. അപ്പോൾ അൽഹംദുലില്ലാ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകുന്നുണ്ട്. ചാനൽ മോണിറ്റൈസേഷനൊക്കെ ആയിട്ടുണ്ട് എൻ്റേത്. ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിന് കേട്ടോ. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഡീറ്റെയിൽ വീഡിയോ പിന്നീട് ഞാൻ ഇടുന്നതാണ് കേട്ടോ. ഒരുപാട് കമൻറ്റ്സ് വരുന്നുണ്ട്, മോണിറ്റൈസേഷൻ ആയോ, അല്ലെങ്കിൽ ഡോളർ കിട്ടിയോ, പൈസ കിട്ടാൻ തുടങ്ങിയോ. പൈസയൊന്നും കിട്ടാൻ തുടങ്ങിയിട്ടില്ല കേട്ടോ. നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നല്ല കേട്ടോ ഈ യൂട്യൂബ്. അതൊക്കെ അതിൻ്റേതായിട്ടുള്ള സിസ്റ്റങ്ങളും കാര്യങ്ങളും ഭയങ്കരമായിട്ടുള്ളൊരു അൽഗോരിതമാണ് ഈ യൂട്യൂബ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും കുഴപ്പമില്ലാതെ അങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട്. എന്നാലും നിങ്ങളുടെ എല്ലാവരെയും ഇതുവരെ ഉണ്ടായിരുന്ന സപ്പോർട്ട് ഇനി അങ്ങോട്ടും ഉണ്ടാവണമെന്ന് അറിയിക്കുകയാണ് കേട്ടോ. ആ ഒരു സ്നേഹവും സപ്പോർട്ടൊക്കെ എന്തായാലും ഉണ്ടാവണം, എന്നാലേ നമുക്കൊന്ന് ഉഷാറിലൊന്ന് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമുക്കും നിർത്തിയാലോ എന്നുള്ളൊരു തോന്നൽ വരാതിരിക്കണമെങ്കിൽ നമുക്ക് ഇതിൽ നിന്നും ഒരു സപ്പോർട്ട് മുന്നോട്ട് വേണം. അപ്പോൾ നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും എല്ലാം ഒരുപാട് നന്ദി. ഇനിയും മുടങ്ങാതെ അത് ഉണ്ടാവണമെന്ന് അറിയിക്കുകയാണ് കേട്ടോ. എന്തായാലും വൈകുന്നേരം 4 മണിക്ക് എന്തായാലും എൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. അങ്ങനെ ഞാൻ ബാക്കിയുള്ള ചിക്കനൊക്കെ എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേഗം ചിക്കൻ കറി അവിടെ ആക്കി വെച്ചിരിക്കണ്. ഉച്ചക്ക് തിളപ്പിച്ചൂറ്റിയ ചോറായതുകൊണ്ട് തന്നെ രാത്രിക്കേക്ക് വേറെ ചോറ് വെക്കണേനു കേട്ടോ. അപ്പോൾ എന്താക്കി തേങ്ങാച്ചോറും ആക്കാമെന്നാണ് വിചാരിച്ചത്. വേഗം തേങ്ങാച്ചോറും ചിക്കൻ കറിയും തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു.
അപ്പോൾ രാവിലത്തേക്കും ചിക്കൻ്റെ കടിക്ക് ഉണ്ടാവുമല്ലോ, നാളെ എന്തായാലും മക്കൾക്ക് മദ്രസക്ക് കൊടുത്ത് വിടുമാണല്ലോ. അപ്പോൾ കറിയും ഉണ്ടാവും. വേണമെങ്കിൽ ഇനി പെട്ടെന്നൊന്നും ആയില്ലെങ്കിൽ ആ ചോറ് ഇഡ്ഡലി ചെമ്പിൽ നല്ലോണം ആവി കയറ്റിയാൽ നല്ല സൂപ്പറായിട്ട് കിട്ടുകയും ചെയ്യും. റേഷൻ അരി കൊണ്ട് തേങ്ങാച്ചോറ് ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതുകൊണ്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരടുപ്പത്തേക്ക് കറിയും ഇങ്ങോട്ടെല്ലാം റെഡിയാക്കിക്കണേ. ഇനി അതൊന്ന് വെന്ത് പച്ച വെളിച്ചെണ്ണ ഒറ്റിച്ച് കൊടുത്താൽ അതവിടെ ആയിക്കോളും. പിന്നെ അപ്പുറത്തെ അടുപ്പിൽ നിന്ന് കുക്കറിലല്ല, ഞാൻ ചെമ്പിൽ തന്നെയാണ് കേട്ടോ ചോറാക്കുന്നത്. അപ്പോൾ അതവിടെ ആക്കുന്നുണ്ട്. തേങ്ങാച്ചോറൊക്കെ ഉണ്ടാക്കണൊക്കെ വീഡിയോ പിന്നെ കുറേ ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മളെ വീഡിയോ കാണുന്നവർക്കറിയാം ഇവർക്ക് എപ്പോഴും തേങ്ങാച്ചോറ് തന്നെയാണ് എന്ന്. ശരിയാണ് കേട്ടോ. ചിക്കനൊക്കെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ വേഗം ഒരു തേങ്ങാച്ചോറ് വെക്കൽ തന്നെയാണ്. എളുപ്പത്തിലാവുകയും ചെയ്യും, മക്കൾക്ക് ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ അങ്ങനെ ആക്കിയതാണ്. വൈകുന്നേരം ഇനിയിപ്പോൾ സാധാ ചോറ് വെക്കാൻ ഇനിയിപ്പോൾ തീ കത്തിച്ച് ഉണ്ടാക്കാനൊക്കെ മടി, അതാണ് മെയിൻ കാര്യം. പിന്നെ ചിക്കനൊക്കെ ഉള്ളപ്പോൾ ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കാമെന്നുള്ളതും കൂടെ വിചാരിച്ചിട്ടേനു കേട്ടോ. അപ്പോൾ തേങ്ങാച്ചോറിനുള്ള പരിപാടികളൊക്കെ അവിടെ ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ച് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവുക. വെളിച്ചെണ്ണ ഒഴിച്ച് ജീരകം പൊട്ടിച്ച് പിന്നെ അതിലേക്ക് തേങ്ങ ചിരണ്ടിയതും ഉള്ളിയും ചെറിയൊരു കഷ്ണം ഉള്ളിയും തേങ്ങയും കൂടെയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ഉപ്പും ഇട്ട് കൊടുത്ത് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിന് കേട്ടോ. അത് വെള്ളമൊക്കെ ഒഴിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അതൊന്ന് തിളച്ച് അരിയും കൂടെ ഇട്ടാൽ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളെ തേങ്ങാച്ചോറും അവിടെ റെഡി ആയിക്കോളും. ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം കേട്ടോ നിസ്കരിക്കാൻ കയറാൻ. അപ്പം ഞാൻ എല്ലാം ഒന്ന് സെറ്റാക്കി ബാങ്ക് കൊടുത്തപ്പോഴൊക്കെ അതാ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ്. നാച്ചിക്കുട്ടനും നിച്ചുമോളും നാഫി ഇരുന്ന് പഠിക്കുന്നുണ്ട്. ഞാൻ നിസ്കരിച്ച് ഓതി അങ്ങനെ ഇരിക്കുന്നതിന് കേട്ടോ. ഒരുത്തന് ഇതവിടെ എൻ്റെ അടുത്ത് തന്നെ ഉണ്ട് ഓരോന്നാക്കിയിട്ട്. ഒരുത്തന് വായിച്ച് കഴിഞ്ഞ് ഒരു ബുക്ക് എന്നും പറഞ്ഞിട്ട് അടുത്ത ബുക്കും കൊണ്ട് എടുത്തിട്ട് അതിലൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അവനിപ്പോൾ അത് കഴിഞ്ഞിട്ട് മെനക്കെട്ടൊന്ന് ഇരിക്കണം. അങ്ങനെ എന്തായാലും നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഇക്കാക്ക് ഇന്ന് ഒരു മൗലൂദ് ഉണ്ട് എന്ന് പറഞ്ഞതിന്, അതുകൊണ്ട് ഇക്ക അവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ടേ വരുള്ളൂ എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ഞങ്ങൾ ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നതാണ് കേട്ടോ. നല്ല തേങ്ങാച്ചോറും ചിക്കൻ കറി ചൂടോടെ തന്നെ അങ്ങോട്ട് കഴിക്കാമെന്നൊക്കെ വിചാരിച്ചു. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയൊക്കെയാണ്. ഒരു സാധാരണ ദിവസത്തെ ഒരു സാധാരണ വീഡിയോ തന്നെയാണ്. അടുക്കളയിൽ തന്നെയുള്ള ഒരു എന്താ പറയുക, അടുക്കളയിൽ ഒതുങ്ങിയ ഒരു വീഡിയോ, ഒരു ദിവസം, ഒരു ജീവിതം എന്നൊക്കെ പറയുന്ന പോലെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടായാൽ പതിവ് പോലെ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അഭിപ്രായങ്ങളും ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കുക. ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ. അസ്സലാമു അലൈക്കും.